ഹലോ ഫ്രണ്ട്സ്, സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞാൻ. കോഴിമക്കളെയൊക്കെ രാവിലെ തന്നെ അഴിച്ചു വിട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു. അതിന് ശേഷം റെഡിയായി ഒരുങ്ങി നിൽക്കുന്നതാണ്. എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് കുഴൂർക്ക് പോവാണ് കേട്ടോ. രമേശ് ചേട്ടൻ പതിവ് പോലെ തന്നെ ഓഫീസിലേക്കും പോവാണ്. അപ്പോൾ മക്കൾക്കും ഭയങ്കര സന്തോഷം. രാവിലെ തന്നെ അഴിച്ചു വിട്ടിരിക്കല്ലേ, അവരിങ്ങനെ ഓടിച്ചാടി തുള്ളിച്ചാടിയൊക്കെ ഇങ്ങനെ ചെടികളുടെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂവൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ നാളെ കുഴൂർക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന അമൃത ടീച്ചർ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ബേബീനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന സൂര്യ, അതുപോലെ തന്നെ ജയ്മ, ഇവരൊക്കെ കൂടിയുണ്ട്. അപ്പോൾ ഞാൻ സൂര്യയാണ് കേട്ടോ ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ചത്. സൂര്യയും ഞാനും കൂടിയിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറി, പിന്നെ അടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് ജയ്മ മിസ്സും കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് അമൃതയുടെ വീട്ടിലേക്ക് പോകുന്ന പോക്ക് എന്ന് പറഞ്ഞാൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഞങ്ങൾ കണ്ട കടയിൽ നിന്ന് നമ്മുടെ സിപ്പപ്പ് അങ്ങോട്ട് വാങ്ങി, പിന്നെ അതൊക്കെ അങ്ങോട്ട് കഴിച്ച് ആടിപ്പാടി സന്തോഷമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നടന്നിട്ട്. അപ്പോൾ ഒന്നാമത്തെ ഇത് വെക്കേഷനും കൂടിയല്ലേ, അപ്പോൾ ഞങ്ങളങ്ങോട്ട് ആർമാദിച്ചങ്ങോട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞ് ഇങ്ങനെ നടക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റോഡ് സൈഡിൽ കാണുന്ന മാവും അതുപോലെ തന്നെ റോസാ ചെടികളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഓരോ കമൻറ്റ് പറഞ്ഞുകൊണ്ടൊക്കെ ഞങ്ങളിങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ. അപ്പോഴുണ്ട് റോഡ് സൈഡിൽ ഇത് ഞങ്ങൾ കൊട്ടക്കായ എന്നാണ് പറയാറ്, ജെയ്മിയൊക്കെ ഇതിനെ ചകിരിക്കായ എന്നാണ് പറയാറ്. ഇതൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ റോഡ് സൈഡിൽ കാണുമ്പോൾ ഇങ്ങനെ പറിച്ച് തിന്നാറുണ്ടായിരുന്നു കേട്ടോ. ഈ കായ മൂത്തതാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും ചകിരി പോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ കിളുന്തും മൂത്തതും ഒക്കെ ഇങ്ങനെ കടിച്ച് നോക്കായിരുന്നു കേട്ടോ. ഇപ്പോഴൊന്നും നമ്മുടെ ഇവിടെ ഒന്നും കാണാനേ ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ കാണാനും പറ്റി, അതൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ആ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പഴയ കാലത്തെ ഒരു 2 നില ഓടിട്ട വീടാണ് കേട്ടോ. ഓടിട്ട വീടുകളൊക്കെ ഇങ്ങനെ 2 നിലയൊക്കെ കാണുന്നത് വളരെ അപൂർവം തന്നെയാണ് അല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവാണ്. ശരിക്കും വഴി അറിഞ്ഞിട്ടൊന്നല്ല, പക്ഷേ ഈ മതിലിൽ കണ്ടില്ലേ, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ബോർഡാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വായിച്ച് ഞങ്ങൾ കർത്താവ് കൂടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമൃതയുടെ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടിത്താരം. ഈ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. കുട്ടി എന്ന് പറയാറായിട്ടില്ല, കുഞ്ഞു വാവിയാണ് കേട്ടോ. 90 ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി ഇപ്പോൾ ഇത്രയും ചെറിയ കുഞ്ഞു വാവേനെയൊക്കെ എടുത്തിട്ട് കേട്ടോ. നമ്മുടെ അയൽപക്കത്തൊന്നും ഇത്രയും ചെറിയ വാവില്ല, നമ്മുടെ ബന്ധുക്കളിലും അങ്ങനെയില്ല കേട്ടോ. അപ്പോൾ ഒരു കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ എടുത്തും കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക, ആ ഒരു കൊതി മാറിയൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ രമേശേട്ടനാണെങ്കിൽ ഗൾഫിലായിരുന്നു. അപ്പോൾ ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ മക്കളെയൊക്കെ നോക്കാനും എല്ലാത്തിനും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരുണ്ടെങ്കിലല്ലേ മക്കളെയൊക്കെ നോക്കാനും എടുക്കാനും ഒക്കെ കൂടുതൽ ആൾക്കാരെ ഉണ്ടാവുക. അപ്പോൾ അന്നൊക്കെ രമേശേട്ടൻ ലീവിന് വരുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രമേശേട്ടൻ്റെ അമ്മ, ബന്ധുക്കൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ആക്കാറ്. അപ്പോൾ അന്നൊന്നും എനിക്കിങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ എടുത്തങ്ങോട്ട് എന്താ പറയുക, മടുത്തു പോയ പോലത്തെ സമയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ ബന്ധുക്കളിലായാലും അതുപോലെ തന്നെ അയൽവക്കത്തൊന്നും ഇത്ര കുഞ്ഞു വാവില്ലാത്ത കാരണം നമുക്ക് അങ്ങോട്ട് എടുക്കാൻ തന്നെ ഒരു ഭയമൊക്കെ തോന്നിയിട്ടാണ്. പിന്നെ അങ്ങോട്ട് എടുത്ത് നമ്മൾ സെറ്റായി കേട്ടോ. അങ്ങനെ ഞാനും ജെയ്മിയൊക്കെ അതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമുക്കിത് എന്തത് പറ്റിയത്, ഇങ്ങനത്തെ കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ എടുത്ത കാലം മറന്നു പോയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് അവരുടെ വീട്ടിലെ പൂജാമുറിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അവിടെ ദൈവങ്ങളുടെ ചിത്രമൊക്കെ വെച്ച് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമൃതയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം ഒന്നാമത്തെ നമുക്കറിയാമല്ലോ, ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നൊക്കെ ഒരു സമയത്ത് നമ്മൾ റെസ്റ്റിലായിരിക്കും, പിന്നെ ആൾക്കാരൊക്കെ വന്ന് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കും കൊതിയാവൂലേ, പോവാനും പുറത്ത് പോവാനും നടക്കാനും യാത്ര ചെയ്യാനൊക്കെ തോന്നും. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുക എപ്പോഴും ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ആ അമ്മമാർ യാത്ര ചെയ്യുന്നത് എപ്പോഴും കൊച്ചിന് വാക്സിൻ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ തോരാതെ സംസാരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അമൃതയുടെ അമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് ചിപ്സും വെള്ളവും ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. അതൊക്കെ ഞങ്ങളൊരു ട്രിപ്പ് കഴിച്ചു. ഇപ്പോൾ വീണ്ടും തണ്ണിമത്തൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പിച്ച കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഒരു രസവും സുഖമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സംസാരവും തണ്ണിമത്തൻ തേറ്റൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നത് എന്താ പറയുക, ഒരു ജോലി എന്നുള്ള രീതിയിലാണ് നമ്മളൊന്ന് പോയി തുടങ്ങുക. പിന്നെ കുറച്ച് നാളങ്ങോട്ട് കഴിയുമ്പോൾ ആ ജോലി നമ്മുടെ ലൈഫായിട്ട് മാറും. അങ്ങനെയാണ് എനിക്കൊക്കെ ഫീൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റാഫ് റൂമിലുള്ള എല്ലാ സ്റ്റാഫുകളായിട്ട് ഒരു ഫാമിലി പോലെയാണ് ആവുക. അതിൽ ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ മറ്റു ജോലികളൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് അവർ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അമൃതയ്ക്കാണെങ്കിൽ ലാസ്റ്റ് ഇയർ അമൃത പ്രചോദി നികേതനിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞു കേട്ടോ. പക്ഷെ നല്ല സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടൊക്കെ മാറിപ്പോയാലും എത്ര അകന്നു പോയാലും നമ്മൾക്ക് എന്താ പറയുക, മനസ്സിൽ ഭയങ്കര ഒരു സുഖമുള്ള ഓർമ്മയാണ് അല്ലേ നല്ല സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും അവരെയൊക്കെ മീറ്റ് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു അവസരം അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ എത്തിയിരിക്കും കേട്ടോ. അങ്ങനെയാണ് അതാണ് ഒരു സ്നേഹം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചിലരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും. ചിലപ്പോൾ നമുക്കതൊരു സ്നേഹമായിട്ടൊന്നും തോന്നില്ല. അവരകന്നൊക്കെ പോയാലും നമുക്കതൊക്കെ പോട്ടെ എന്നുള്ളൊരു വിചാരമായിരിക്കും. ഓർക്ക പോലും ചെയ്യാത്ത ഒത്തിരി പേര് നമ്മുടെ ലൈഫിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ചിലർ ഒരു നേരിയൊരു പരിചയം മതി, പക്ഷെ അവരുടെ ആ സ്നേഹവും പെരുമാറ്റവും കണ്ട ലൈഫ് ലോങ് നമ്മളതിങ്ങനെ ഓർത്ത് വയ്ക്കും അല്ലേ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലത്തെ ഒരു ടീച്ചറാണ് കേട്ടോ അമൃത ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞങ്ങൾക്ക് ഭയങ്കര ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ വാവിയാണെങ്കിൽ നല്ല ഉറക്കമൊക്കെ ആയിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചിരിയും സംസാരമൊക്കെ കേട്ടപ്പോൾ പതുക്കെ കുഞ്ഞ് കണ്ണൊക്കെ തുറന്നു. പക്ഷെ ഒട്ടും തന്നെ കരഞ്ഞില്ല കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഞങ്ങൾ മാറി മാറി എടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ രാത്രിയാണെങ്കിലും കുഞ്ഞ് ഉറങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ ഇവർ വിളിക്കുന്നത് ശ്രീകുട്ടൻ എന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത്. പേര് വിളി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുൻപ് നമുക്കൊരു ഒഴിവുള്ള ദിവസം ഞങ്ങളെല്ലാവരും കൂടി വന്നതാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്തോറും നമ്മൾ വിഷു തിരക്കിലായിരിക്കും. അതുപോലെ തന്നെ ജെയ്മിക്കാണെങ്കിൽ ഈസ്റ്റർ തിരക്കിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഒഴിവ് കിട്ടിയപ്പോൾ നമ്മളങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ വിരുന്ന് പോക്ക് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയൂ കേട്ടോ, നമുക്കിനി ഒരു ദിവസം എവിടെയെങ്കിലും ഒന്ന് കറങ്ങാനായിട്ട് പോകണം എന്നൊക്കെ പറയും. ഓരോ പ്രാവശ്യം കണ്ടുമുട്ടുമ്പോഴും അങ്ങനെ പറയൂ കേട്ടോ. പക്ഷെ ചിലപ്പോഴൊക്കെ നടക്കാറില്ല കേട്ടോ. അതൊക്കെ അങ്ങനെ മാറ്റി വയ്ക്കും. അപ്പോഴാണ് ഇവരുടെ മുറ്റത്ത് നോക്കിയപ്പോൾ ഇതിനെ കിണറെന്ന് പറയാൻ പറ്റുമോ, ഒരു ചെറിയ കുഴി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നുള്ളൂ കേട്ടോ. അത്രയ്ക്കും ചെറിയൊരു കിണറാണ് കേട്ടോ ഇവിടെയുള്ളത്. അപ്പോൾ ഞങ്ങൾ എത്തിച്ച് നോക്കിയപ്പോഴേക്കും അതിൽ വെള്ളവും കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കാണാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഇറങ്ങുമ്പോഴും ഞങ്ങളിങ്ങനെ സെവനപ്പ് എന്നാണ് വായിൽ വരുന്നത് കേട്ടോ. സിപ്പപ്പൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ സിപ്പപ്പ് ഞാൻ അങ്ങനെയൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ജെയ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ജെയ്മ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ജെയ്മ മുൻകൈ എടുത്തും കഴിഞ്ഞിട്ട് ഇത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഫ്ലേവറൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആടിപ്പാടിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എപ്പോഴും മൂവാണ്ടൻ മാങ്ങ കണ്ട് റോഡ് സൈഡിലൊക്കെ ഒരു പ്രത്യേക തരം നീണ്ട മാങ്ങയും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ അതിൻ്റെ പേരെന്തായിരിക്കാവോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആ വീട്ടുകാർ വിളിച്ച് പറഞ്ഞു തന്നു കേട്ടോ എന്ത് മാങ്ങയാന്ന്. കാരണം നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ സൗണ്ട് ഇത്തിരി കൂടി പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ കേട്ടിട്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ കാരൊക്കെ ഉണ്ടായി നിൽക്കുന്ന മരവും ഇലഞ്ഞി പൂത്ത മരങ്ങളും അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് മാളയിലെത്തി. പിന്നെ അവരവരുടെ വീടുകളിലേക്ക് എല്ലാവരും പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഉച്ച തിരിഞ്ഞുള്ള വിശേഷമാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഒത്തും കഴിഞ്ഞ് ഇങ്ങനെ പോകാനായിട്ട് കഴിയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. രമേശേൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ കൂടെയൊക്കെ പോകുന്നത് മറ്റൊരു സന്തോഷമാണ്. എന്നാലും നമ്മൾ വർക്ക് ചെയ്ത് ഇരിക്കുന്ന എല്ലാവരെയും കൂടിയൊക്കെ പോകുന്നത് അതും ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അടയാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. അടയൊക്കെ നല്ല സ്റ്റൈലായിട്ടാണ് ഈ പുറത്തു നിന്ന് വാങ്ങുമ്പോൾ പരത്തുന്നത് കേട്ടോ. ഇതെങ്ങനെയാണാവോ ഇങ്ങനെയൊക്കെ പരത്തുന്നതെന്നൊക്കെ ഞാൻ ഓർത്തിട്ട് എനിക്ക് ചിരി വന്നിട്ട് പാടില്ല കേട്ടോ. എന്നെക്കൊണ്ടൊന്നും കഴിയില്ല ഇത്ര മിനുസായിട്ട് പരത്താനൊന്നും കേട്ടോ. അപ്പോൾ രമേശേട്ടൻ വന്നപ്പോൾ കുറേ പാവയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാവയ്ക്ക ഉപ്പും മഞ്ഞൾ വെള്ളത്തിലൊക്കെ കുറേ നേരം ഇട്ട് വെച്ചിട്ട് അതിന് ശേഷം ഞാൻ അരിയാനായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അരിഞ്ഞത് എവിടെ
വെച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പാവയ്ക്ക അരിഞ്ഞൊക്കെ വെച്ചത് കേട്ടോ. ഇനി കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ചും തുറന്ന് വെച്ചൊക്കെയാണ് നമ്മളതിങ്ങനെ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ പാവയ്ക്ക അരിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ബോക്സിലാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. കുറച്ചെടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ കേട്ടോ. സാമ്പാറൊക്കെ നമുക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു പാവയ്ക്ക വാട്ടിയതും കൂടി നമുക്ക് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് രാത്രി അത്താഴം കഴിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്, അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, ഇന്ന് ഞാനൊരു ഷീനാസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട് അഷ്ടമിച്ചിറ, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇതാ വാങ്ങിയ ഒരു കമ്മലാണ് കേട്ടോ. പിങ്ക് കളറിലുള്ള കമ്മലാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. കാരണം ഞാനൊരു പിങ്ക് നിറത്തിലുള്ള ഒരു സാരി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സാരിക്ക് മാച്ച് ചെയ്യുന്ന ഒരു കമ്മലാണ് കേട്ടോ. അതുപോലെ തന്നെ സാരി ഉടുക്കുകയാണെങ്കിൽ ഒരുപാട് പിന്നുകളൊക്കെ വേണമല്ലോ, അപ്പോൾ പിന്നും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കമ്മലുകൾ കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഈ ഒരു ബോക്സിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ കുറേ കമ്മലുകളുണ്ട്. അപ്പോൾ ആ കമ്മലിൻ്റെ കൂട്ടത്തിലേക്ക് ഇതാ ഇനി നമ്മുടെ പുതിയ കമ്മലും കൂടി വെക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നും വെക്കണം. നമുക്ക് നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി പോകേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒന്നും നമ്മൾ അന്വേഷിച്ച് നടക്കാനായിട്ട് പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലാണ് ഇങ്ങനെയുള്ള ഇമിറ്റേഷൻ ഓർണമെൻറ്റ്സൊക്കെ ഞാൻ എടുത്ത് വെക്കാറുള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കിച്ചണിലെന്ന് പറഞ്ഞാൽ ഇന്ന് രമേശ് ഏട്ടൻ സവാളയും ഉള്ളിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതേ പൊതിയൊക്കെ അഴിച്ചിട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നാളെ നമുക്ക് ഉള്ളിക്കൊട്ടയിലേക്ക് അത് മാറ്റിയെടുക്കണം കേട്ടോ. ഇന്നിപ്പോൾ ഇതിങ്ങനെ ഒന്ന് വിരിച്ച് അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഈസി ആയിട്ട് അവിടെ കിടന്നോളും. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി വെക്കണം. അപ്പോൾ സ്റ്റവിലാണെങ്കിൽ പാചകമൊക്കെ കഴിഞ്ഞിട്ട് ആകെ വെള്ളവും ഇതൊക്കെ തെറിച്ചും കഴിഞ്ഞിട്ട് ആകെ വൃത്തികേടായിട്ട് കിടക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനങ്ങളൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് സാധാരണ പാത്രമൊക്കെ തേച്ച് കഴുകുന്നത് പോലെ തന്നെ നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകും. അതുപോലെ തന്നെ സ്റ്റവിലാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ തെളിച്ചിട്ട് ഞാൻ തുടച്ചങ്ങോട്ട് എടുക്കും കേട്ടോ. ആദ്യം നനഞ്ഞ തുണി വെച്ചും കഴിഞ്ഞിട്ട് തുടച്ചെടുക്കും. അതിന് ശേഷം ഉണങ്ങിയ തുണി വെച്ചും കഴിഞ്ഞിട്ട് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ നല്ല ക്ലീനായിരിക്കും. വെള്ളം തെളിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ തുടച്ചെടുക്കുമ്പോൾ പിന്നെ അതിൽ യാതൊരു അഴുക്കും ഇരിക്കില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കറിയുടെയൊക്കെ അംശങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോയി നല്ല വെട്ടിത്തിളങ്ങി നല്ല സുന്ദര കുട്ടപ്പനായിരിക്കും നമ്മുടെ സ്റ്റൗ കേട്ടോ. അങ്ങനെ റെഡി ആയിട്ടിരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് പിറ്റേ ദിവസം രാവിലെ വന്നും കഴിഞ്ഞ് ഇവിടെ നിന്ന് പാചകം ചെയ്യാനായിട്ടൊക്കെ ഒരു പ്രത്യേക ഉഷാറൊക്കെ തോന്നിക്കുള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റൗ മാത്രമല്ല, സ്റ്റൗവിൻ്റെ അടിഭാഗമൊക്കെ നമ്മളിതാ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെക്കണം. പിന്നെ നമ്മളിതാ ഈ ജനൽ സൈഡിലായിട്ട് ലക്കി ബാമ്പുവിൻ്റെ കുപ്പികളൊക്കെ ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നേരം വെളുത്ത് വരുമ്പോൾ അത് കാണണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഉറങ്ങാനായിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.